ഒരു ന്യൂമറിക്കലായിട്ടാണ് വന്നേക്കുന്നത്. ദാറ്റ് ഈസ് അഗൈൻ ഫ്രം ദ ചാപ്റ്റർ നമ്പർ 14 ബ്രീതിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ദിസ് ഇസ് പ്രറ്റി ഈസി ആയിട്ടുള്ളൊരു ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. സ്റ്റേറ്റ് ദ വോളിയൂം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ആഫ്റ്റർ നോർമൽ ബ്രീതിങ്. ഒരാൾ നോർമലായിട്ട് ശ്വസിച്ച് കഴിയുമ്പോഴത്തേക്കും അയാളുടെ ശ്വാസകോശത്തിൽ അവസാനം ബാക്കി മിച്ചം നിൽക്കുന്ന എയറിൻ്റെ വോളിയം എത്രയാണ് എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്, കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ ബേസിക്കലി നമ്മൾ നോർമലായിട്ട് എക്സ്പയർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നോർമലായിട്ട് നമ്മൾ ശ്വാസം എല്ലാം പുറത്തേക്ക് വിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ലങ്സിനകത്ത് ബാക്കിയിരിക്കുന്ന മിച്ചമിരിക്കുന്ന എയർ വോളിയത്തിനെയാണ് നമ്മൾ ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. FRC നമ്മൾ അബ്രീവിയേറ്റ് ചെയ്ത് വിളിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ലൈക്ക് ERV + RV എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പിറേറ്ററി റിസർവ് വോളിയവും റെസിഡ്യുവൽ വോളിയം കൂടെ നമ്മൾ പ്ലസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി നമുക്ക് കിട്ടും അല്ലേ. സോ FRC ദാറ്റ് വിൽ ബി ഈക്വൽ ടു ERV + RV എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇക്വേഷൻ ആണ്. ERVയുടെ വാല്യൂ എത്രയോ നമുക്ക് അറിയാവുന്ന പോലെ 1500 ആണ് പെർ മിനിറ്റ്സിൽ. ആൻഡ് റെസിഡ്യുവൽ വോളിയം എന്ന് പറയുന്നത് 1500 ആണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും എന്ത് പറ്റുന്നു? ദാറ്റ് ഫങ്ഷണൽ റെസിഡ്യുവൽ വോളിയം വിൽ ബി 3000 ml. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു റേഞ്ചിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 2500 to 3000 ml വരെയൊക്കെ ആയിരിക്കും ഒരാളുടെ ലൈക്ക് ഫങ്ഷണൽ റെസിഡ്യുവൽ വോളിയം. ദാറ്റ് മീൻസ് ഒരാളുടെ ശ്വാസകോശത്തിൽ മിച്ചം നിലനിൽക്കുന്ന വോളിയം ഓഫ് എയർ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്.